പാകത്തിന് മതിയൊക്കെ. ചെലവൊക്കെ പാകത്തിന്. അമിത വസ്ത്രങ്ങളും വാങ്ങരുത്, പാകത്തിന് വസ്ത്രം. സുബ്ഹാനല്ലാഹ്, കല്യാണത്തിന്റെ ഒരാഴ്ച മുമ്പ് ഒരാൾ വസ്ത്രം വാങ്ങി, ഒരാഴ്ച മുമ്പ് പുതിയ ഡ്രസ്സ് വാങ്ങി. അല്ല, നിങ്ങളല്ലേ കഴിഞ്ഞ ആഴ്ച ഡ്രസ്സ് വാങ്ങി? കഴിഞ്ഞ ആഴ്ച വാങ്ങിയതല്ലേ ഉസ്താദെ. കല്യാണത്തിനാകുമ്പോ വാങ്ങി ഉടുക്കാത്ത തന്നെ ഉടുക്കണേ, അങ്ങനെ ഉണ്ടോ? നേരത്തെ ആരും എടുക്കാൻ പാടില്ല. ടെക്സ്റ്റൈൽസിൽ ആരോ അറിയാതെ ഇട്ടുപോയെങ്കിൽ അത് മാറ്റി കൊടുക്കേണ്ടി വരും. അളവ് നോക്കാൻ വേണ്ടി ആരോ കിട്ടണമെങ്കിൽ പിന്നെ തിരിച്ചു കൊടുക്കേണ്ടി വരില്ലേ? ഒരു പുതിയ നല്ല തുണിയും കുപ്പായം എടുക്കണമെന്നേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ചയല്ലേ സുഹൃത്തെ നീ ചെരുപ്പ് വാങ്ങിയത്? അതും 1200 റുപ്യക്ക് ഒരു ചെരുപ്പ് വാങ്ങിയത്. നമ്മളൊക്കെ 5 ചെരുപ്പ് വാങ്ങുക പൈസക്ക്. 1200 റുപ്യക്ക് നീ ഒരു ചെരുപ്പ് വാങ്ങിയത് കഴിഞ്ഞ ആഴ്ചയല്ലേ? അത് നല്ലൊരു മുന്തിയ ചെരുപ്പ് തന്നെയല്ലേ വാങ്ങിയത്? ഇപ്പോഴും പുതിയാപ്പിള പോകുമ്പോ അതൊന്നും ഇടാതെ വേണമെങ്കിൽ അതിന്റെ പൊടിയൊക്കെ ഒന്ന് റെഡിയാക്കിയാൽ മതി, ഒരു കുഴപ്പമില്ല. ഒന്നിങ്ങനെ പൊടിയൊക്കെ റെഡിയാക്കിയിട്ട് ഒന്ന് എണ്ണ തേച്ചൊന്ന് റെഡിയാക്കിയാൽ പുതിയ തന്നെയായി, പുതുപുത്തനായി. അല്ല, അത് ഒരാഴ്ച പഴങ്ങിയില്ലേ? ഈ ബോഡി എത്ര ആഴ്ച പഴങ്ങിയതാ? ഈ കാണുന്ന ബോഡി ദുനിയാവിൽ നിന്ന് എത്ര ആഴ്ച പഴങ്ങി? സഹോദരാ, ഇനിയും പഴക്കത്തിലേക്കല്ലേ ഇത് പോകാനുള്ളത്? പുതുമ വസ്ത്രം കൊണ്ടല്ല, ഇൽമു കൊണ്ടും ആത്മീയത കൊണ്ടുമാണ്. ഞാൻ എവിടുന്ന ആ വിഷയത്തിലേക്ക് വന്നത് എന്നറിയോ? ആ ചെറുപ്പക്കാരൻ വന്നപ്പോ ആഭരണങ്ങളും മറ്റുമൊക്കെ ഹലാലായത് ഒരുക്കിയിട്ട് ആ പെണ്ണ് നല്ല ഭംഗിയും നല്ല ചമൽക്കാരവും ഒരുക്കി, മുടിയൊക്കെ എണ്ണ തേച്ച് വൃത്തിയാക്കി, ഇല്ലിയാക്കി മുടഞ്ഞു റെഡിയാക്കി, തന്റെ പക്കലുള്ള നല്ല വസ്ത്രം ധരിച്ചു, അതേ മുഖത്തുള്ള വിഷയങ്ങളൊക്കെ റെഡിയാക്കി, നല്ല എണ്ണ തേച്ച് റെഡിയാക്കി, പറ്റുന്ന രൂപത്തിലുള്ള ഭംഗിയൊക്കെ സ്വീകരിച്ചു. കയ്യിന് നിറയെ മൈലാഞ്ചി ഇട്ടു, കാലിനും മൈലാഞ്ചി ഇട്ടു. വിവാഹിതർക്ക് മൈലാഞ്ചി ഇടൽ സുന്നത്താണ്. അതേ പുരുഷന്മാർക്ക് കയ്യിനും കാലിനും മൈലാഞ്ചി ഇടരുത്, അത് ഹറാമാണ്, കബീറത്താണ്. കല്യാണത്തിന്റെ അന്ന് നടുത്തളത്തില് മാത്രം ഹുവയുടെയും ഹിയയുടെയും പേരെഴുതിയിട്ട് റോട്ടിലൊക്കെ കാണുന്ന ചില ആരോമാർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും റെഡിയാക്കിയിട്ട്, ചില സിഗ്നൽ കാണാറില്ലേ റോട്ടിൽ വാഹനങ്ങൾക്ക് സിഗ്നൽ കൊടുക്കുന്നത്? അങ്ങനെ കുറെ സിഗ്നൽ കൂട്ടാരം ഇതിന്റെ നടുവിൽ വ്യത്യസ്ത ആരോമാർക്കൊക്കെ ഉണ്ടാക്കി. മലയാളത്തിലും അതുപോലെ തന്നെ ഉറുദുവിലും കന്നഡയിലും തമിഴിലും തെലുങ്കിലും ചില ഭാഷ കോഡ് ഭാഷ, ചില കോഡ് ഭാഷ മഹബത്തിന്റെ കോഡ് ഭാഷ ഒക്കെ എഴുതിയിട്ട് ഈ ഹറാമിന്റെ കയ്യുമായി, വൻകുറ്റം ചാർത്തിയ കയ്യുമായി നീ പുതിയ ആപ്പിള ഇറങ്ങല്ല, നിക്കാഹിന് വന്നേക്കല്ല. കയ്യിനും കാലിനും മൈലാഞ്ചി തേച്ച സ്വഹാബിയെ മുത്തുനബി തങ്ങളെ സംവിധത്തിൽ കൊണ്ടുവന്നപ്പോ ആ വിഷയത്തിന്റെ ഗൗരവവും ആ വിഷയത്തിന്റെ കാർക്കശ്യവും പാലിച്ച് സ്വഹാബിമാരെ കൂട്ടത്തിൽ നിന്നൊരാൾ എണീറ്റ് ചോദിച്ചില്ലേ, അല്ലാ അദ്രിബുനുഖഹു, പെരടി അങ്ങ് വെട്ടിയേക്കട്ടെ നബിയേ? കയ്യിനും കാലിനും മൈലാഞ്ചി തേച്ച സ്വഹാബിയുടെ പെരടി വെട്ടട്ടെ എന്ന് ചോദിച്ചപ്പോ വ്യഭിചാരം ചെയ്ത ആളുടേതല്ല, മോഷണം നടത്തിയ ആളുടേതല്ല, കവർച്ച ചെയ്ത ആളുടേതല്ല, കയ്യിനും കാലിനും മൈലാഞ്ചിയിട്ട സ്വഹാബിയുടേതാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അലൈസ ഹുവ യുസല്ലി, നിസ്കരിക്കുന്ന ആളല്ലയോ നബിയെ? നിസ്കരിക്കുന്ന ആളാണ്. ഇന്നി നുഹീതു അൻ ഖത്ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവരെ കൊല്ലാൻ പാടില്ല, അവർക്കൊരു ബഹുമാനമുണ്ട്. തൽക്കാലം മുത്തുനബി തങ്ങൾ ശിക്ഷ കൊടുത്തു. മദീനയിൽ നിന്ന് അന്നും ഇന്നും ആൾ താമസമില്ലാത്ത റബദത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നാട് കടത്തിപ്പോയി, ബഹിഷ്കരണം ഏർപ്പെടുത്തിപ്പോയി. പുരുഷൻ മൈലാഞ്ചി ഇടേണ്ടത് നരച്ച താടിക്കും തലക്കുമാണ്, അത് സുന്നത്താണ്. അതേ സമയത്ത് നഖത്തിന് മൈലാഞ്ചി ഇടരുത്, ഒരു അരനഖത്തിന് പോലും ഇടരുത്, കയ്യിന്റെ നടുവിലും ഇടരുത്, കാലിന്റെ വല്ലിനും കാലിന്റെ നടുവിലും ഒന്നും ഇടരുത്. കയ്യിനും കാലിനും മൈലാഞ്ചി തേക്കണം. വിവാഹിതരായ സ്ത്രീകള്, വിവാഹത്തിന്റെ തലേന്ന് വിവാഹം ചെയ്യാത്ത പെണ്ണുങ്ങൾക്ക് 10,000 ഉറുപ്പികന്റെ മൈലാഞ്ചി കൂട്ടം കൊണ്ടുവന്നിട്ട് ആ പൈസ വെറുതെ കളയണ്ട, അത് വേറെ ഏതെങ്കിലും സുന്നത്തായ രൂപത്തിൽ ഉപയോഗിച്ചോ, അള്ളാഹിന്റെ അടുക്കൽ കൂലി കിട്ടും. എന്റെ മോൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞ പെരുന്നാക്ക്, എന്റെ മോള് ചെറിയ കുട്ടിയാണ്, LKG പഠിക്കുന്ന കുട്ടി, ഉപ്പ എന്താ മൈലാഞ്ചി കൂടുന്നല്ലേ, ട്യൂബ് കിട്ടുന്ന ട്യൂബ് കൊണ്ടുവരണം. ഞാൻ പറഞ്ഞു, മോളെന്റെ ട്യൂബ് എന്തിനാ? ഇവിടെ നല്ല ലൈറ്റ് ഉണ്ടല്ലോ. അല്ല, ആ ട്യൂബല്ല, മൈലാഞ്ചി ട്യൂബാണ്. അത് തൽക്കാലം ഞാൻ കൊണ്ടുവരില്ല. അത് എന്നിൽ ഇത് പ്രതീക്ഷിക്കേണ്ടില്ല. നിനക്ക് നല്ല രണ്ട് നല്ല മിഠായി കൊണ്ടുവരാം, കഴിക്കാൻ പറ്റും.
പെരുന്നാളല്ലേ, സന്തോഷത്തിന്റെ ഒരു മധുരം അത് കൊണ്ടുവരാം. പിന്നെ നിന്നെ മുടിക്കൂടെ കൊളുത്താൻ പറ്റിയ നല്ല 2 ക്ലിപ്പും കൊണ്ടുവരാം, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട്. ഇത് ഞാൻ കൊണ്ടുവരാം. അത് എന്റെ പക്കത്ത് പ്രതീക്ഷിക്കും വേണ്ട. അതെന്താ മൈലാഞ്ചിട്ട് എന്താ കുഴപ്പം? അല്ല, അത് നിനക്കിടാൻ പാടില്ല. വിവാഹിതരല്ലാത്ത പെൺകുട്ടികൾ മൈലാഞ്ചി ഇടുന്നത് കറാഹത്താണ്. പഠിപ്പിച്ചു. വിവാഹിതർക്ക് സുന്നത്താണ്, അവിവാഹിതരായ പെണ്ണുങ്ങൾക്ക് മൈലാഞ്ചി കറാഹത്താണ്. പുരുഷന്മാർക്ക് തീരെ പാടില്ല. അങ്ങനെ മൈലാഞ്ചിട്ടിട്ട് ഏതെങ്കിലും ചെറുപ്പക്കാർ ഒരുങ്ങാൻ അറിയാത്തവർ പറഞ്ഞു കൊടുക്കണോ, സുഹൃത്ത് എങ്ങനെയൊന്നല്ല ഒരുങ്ങേണ്ടത്, നീ കല്യാണത്തിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാണ്, എനിക്ക് അതിന്റെ മുമ്പ് അതൊക്കെ നിസ്കരിച്ചു, എന്നിട്ട് നല്ല തുണിയും കുപ്പായൊക്കെ ധരിച്ച് സുന്നത്താര് കുളിച്ച് അത്രയൊക്കെ പൂശി കളയേണ്ട കുറച്ച് രോമങ്ങളൊക്കെ ഉണ്ട് ശരീരത്തിൽ, അതൊക്കെ കളഞ്ഞ് വൃത്തിയായി, അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വെട്ടിക്കളഞ്ഞ് വൃത്തിയാക്കി റെഡിയാക്കിയിട്ട് അങ്ങനെ നല്ല ഭംഗിയായി നല്ല രൂപത്തിൽ ഒരുങ്ങി. അങ്ങനെ പറഞ്ഞു, അങ്ങനെ പഠിപ്പിച്ചു. ഈ ചെറുപ്പക്കാരൻ വന്നപ്പോ ഈ പെണ്ണ് പറഞ്ഞു, ശരിയിലേക്ക് വരട്ടെ, ദൂർത്തൊന്നും പാടില്ല. കല്യാണത്തിലേക്ക് എന്തൊക്കെയോ ദൂർത്താണ്, ഒന്നിനും പങ്കെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയാണ്. വലിയ സങ്കടം. വേറെ കുറെ സന്ദർഭങ്ങളുണ്ട്. നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോ ചില സ്ഥലത്തൊക്കെ മുന്നിൽ അങ്ങോട്ട് വെടിപൊട്ടാണ്. ദീനിനോട് മത്സരം. ചെറുപ്പക്കാരെ കയ്യിൽ കുറച്ച് പൈസ വന്നപ്പോ അവര് പറയണം, ഞങ്ങളെ തടഞ്ഞു നിർത്താൻ ആരാണ്? ആരും തടഞ്ഞു നിർത്തൂല. പടച്ചോൻ ചോദിക്കുമ്പോ മറുപടി അറിഞ്ഞാൽ മതി. അവിടെ ആരും എന്നെ എതിർക്കാനോ വടികൊണ്ടൊന്നും അടിക്കാനോ തല്ലാനോ ഒന്നിനുമില്ല, പറയാനേ ഉള്ളൂ. കേൾക്കുന്നവർ കേൾക്കും. ഉപദേശം എപ്പോഴും അങ്ങനല്ലേ, എല്ലാവർക്കും അത് ഫലിക്കൂല, ഈമാനുള്ളവർക്ക് ഫലിക്കുള്ളൂ. ഈമാനുള്ളവർക്ക് വാദ് ഫലിക്കുള്ളൂ. അത് ഈ വാദം നല്ല, കേൾക്കുന്ന ഏത് വാദം അങ്ങനെ തന്നെയാ, പറയുന്ന ഏത് വാദം അങ്ങനെ തന്നെയാ. അത്രേ ഉള്ളൂ. അതൊരു പക്ഷെ 100-ൽ 1 ഉണ്ടാവും, ചിലപ്പോ 100-ൽ 1/2 ഉണ്ടാവും. ആരാന്നാണ് മനസ്സിലായി? ബുലുഗത്താത്ത ആള് അത്ര ഉണ്ടാവും, അതിൽ അപ്പുറം ഉണ്ടാകൂല, ഉണ്ടാവും തോന്നുന്നില്ല, അത്ര ഉണ്ടാവുള്ളൂ. ഈമാനുള്ളവർക്ക് അത് ഫലിക്കും. ദൂർത്തും ആർഭാടത്തിൽ ഒറ്റ സംഖ്യ ചെലവഴിച്ചതിന്റെ പേരിൽ അള്ളാഹുവിന്റെ മുന്നിൽ തലകണിക്കേണ്ട, കൈകടിക്കേണ്ട ഒരു അവസ്ഥ ഒരു ഉപ്പക്കുണ്ടാകരുത്. ഇസ്രാഫിലായിട്ട് പണം ചെലവഴിക്കരുത്. ചെലവഴിക്കുകയാണെങ്കിൽ നല്ല മാർഗത്തിൽ മാത്രം ചെലവഴിക്കണം. നല്ല മാർഗത്തിലൂടെ സംഭരിക്കണം, നല്ല മാർഗത്തിലൂടെ ചെലവഴിക്കണം. ഒരൊറ്റ സംഖ്യ പോലും അനാവശ്യമായ രൂപത്തിൽ ചെലവഴിച്ചതിന്റെ പേരിൽ പടച്ചോനെത്തുന്ന ചോദ്യത്തിന് ഉത്തരം പറയാതെ കുടുങ്ങുന്നൊരവസ്ഥ ഉണ്ടാകരുത്. എപ്പോഴും ശ്രദ്ധിക്കണം, എപ്പോഴും സൂക്ഷിക്കണം ആ വിഷയം. റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദഹു അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ അല്ലാഹ്, ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയ മജ്ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഇത്രയും നേരം ഞങ്ങൾ ഒരുമിച്ച് കൂടിയതും പറഞ്ഞതും കേട്ടതും നിന്റെ അടുക്കൽ മഖ്ബൂലായ അമലുകളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്.